തസ്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ തസ്നി എന്ന പെൺകുട്ടി അവൾക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. ആരാണ് ഈ തസ്ലി എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ചെറിയൊരു യൂട്യൂബറാണ്. അധികം വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാത്തൊരു ചാനലിലൂടെയാണ് അവൾ അവളുടെ ദുരനുഭവം പറഞ്ഞത്. തസ്ലിക്ക് അരക്ക് താഴോട്ട് തളർച്ചയുണ്ട്. എന്നിരുന്നാലും വീൽചെയറിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തൻ്റെ വീഡിയോയിലൂടെ കുക്കിംഗ് ആണെങ്കിലും അല്ലാതെയുമൊക്കെ നല്ല മിടുക്കിയായി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് വരുന്ന ഓരോ കമൻറ്റുകളും എടുത്തു വായിക്കുകയും അവർക്കൊക്കെ നന്ദി പറയുകയും അവരോട് സന്തോഷം അറിയിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലുമൊക്കെ സന്തോഷം അറിയിക്കാൻ അവളെ വിളിക്കുന്നതും അവൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ വീടിൻ്റെ വലിയ ചുമരുകൾക്കുള്ളിൽ വല്ലപ്പോഴും മാത്രമേ അവൾക്കൊന്ന് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അവളെ ആരെങ്കിലും വിളിക്കുകയും അവൾക്ക് കിട്ടുന്ന നല്ല നല്ല കമൻറ്റുകളുമൊക്കെ അവൾ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു. അതിൽ പരം നല്ലൊരു സന്തോഷം വേറെ ഇല്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ പോരായ്മകൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ചില വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും മടിക്കുന്നവരുണ്ട്. വളരെ ദുർബലരായ ചില മനുഷ്യരെയും നമ്മൾക്കിടയിൽ കാണാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിലരുണ്ടെങ്കിലും എന്നാൽ തസ്ലി എന്ന പെൺകുട്ടി അങ്ങനെയല്ല. അവളുടെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി സങ്കടപ്പെട്ടിരിക്കുന്നതിനു പകരം തനിക്കും ചിലത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പെൺകുട്ടിയാണ്. ഇങ്ങനെയുള്ളവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. അത് സഹതാപ തരംഗമായും അല്ലാതെയുമൊക്കെ അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരാളുടെ ദുരനുഭവമാണ് പെൺകുട്ടി പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. അത് ഉൾക്കൊള്ളാന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ബാഡ് കമൻറ്റ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. അത് ഇടുന്നവർ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആർക്കും അങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. കുറേ ആളുകളുണ്ട് കേട്ടോ, ചിലപ്പം പുറത്ത് പറയാത്തതാവാം. എൻ്റെ ഈ നമ്പർ എങ്ങനെ കിട്ടിയതാ, എന്ത് കിട്ടിയാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വാട്സപ്പ് നമ്പർ, അതായത് എൻ്റെ ഉമ്മ ഉപയോഗിക്കുന്ന ഫോണാണ് ഇത്. ശരിക്കും ലാൻഡ് ഫോൺ പോലെ തന്നെയാണ്. അപ്പോൾ ആ നമ്പർ എങ്ങനെയോ എടുത്തു, എനിക്കറിയില്ല. എടുത്ത് ഒരാളെ എന്നെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെയാണ് എടുത്ത് സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ, അവർ പറയാ എന്നോട്, നീ യൂട്യൂബിലൊക്കെ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കാണാൻ വഴി ഉണ്ടല്ലോ. പിന്നെ യൂട്യൂബിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്താണെന്ന് അറിഞ്ഞു വരികയല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, അറിയില്ലേ, ഞാനിങ്ങനെ നടക്കാത്ത ആളാ. ഓ അറിയാലോ, നീ എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ മോൾക്ക് നല്ലത് വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്നെ പറഞ്ഞു, എൻ്റെ ചാനൽ കാണണോ, എനിക്ക് സബ് ചെയ്യണോ, അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തും ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഷെയർ ചെയ്യലുണ്ട്. എനിക്ക് ഇച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്ത് കാര്യമായാലും ഞാൻ ഷെയർ ചെയ്യലുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, അതാരാ? അപ്പം ഞാൻ പറഞ്ഞു, ആരാന്നൊന്നും ചോദിച്ചില്ല, ഇങ്ങനെ പറഞ്ഞു, യൂട്യൂബിൽ കണ്ടിട്ട് വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ കിട്ടിയ ചോദിച്ചപ്പോൾ അതൊക്കെ കിട്ടിയെന്നാ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ, ഇനി എന്തിനാ വിളിക്കുന്ന ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം പറഞ്ഞു, എന്താ വെച്ചു. ഞാൻ അത് വേറൊന്നുമല്ല, എന്താ, നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെയോ? എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ ഉമ്മനോട് ചോദിക്കണോ, ഞാൻ എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മനോട് ഞാൻ അതും പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരനെ ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളെ നാട്ടുകാരനൊന്നല്ല. അങ്ങനെ പിന്നെ എത്ര വയസ്സായി, 35 വയസ്സായിട്ടുണ്ട് പറഞ്ഞു. പുള്ളിക്കാരന് 35 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിലാണ്, വന്നിട്ടുണ്ട്, വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഉമ്മ ചോദിച്ചു, അല്ല ഇവളെ ഞാനങ്ങനെ ഇപ്പോൾ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഇല്ല, ഇവളിപ്പോൾ യൂട്യൂബ് ചെയ്യാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ നീ എവിടെ എന്താന്നൊക്കെ ഉമ്മ ചോദിച്ചറിഞ്ഞു. അങ്ങനെ അവസാനം അതൊന്നുമല്ല കേട്ടോ സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഈ പുള്ളിക്കാരന് ഒരു ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, അതായത് ഒരു കുഞ്ഞുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോയെന്ന്. കാരണം നമ്മുടെ ഭാര്യേനെ അറിയാണ്ട് ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സഹതാപത്തിൻ്റെ പേരിലാണെന്നാണ് പറഞ്ഞത്.
എനിക്കിപ്പോൾ അങ്ങനെ ആരെ സഹതാപം വേണ്ട. എന്ത് ഒരാളെ ജീവിതം തൊലച്ചിട്ടാണോ എന്നെ സഹതാപത്തിന് കിട്ടുന്നത്? അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഉമ്മ നല്ലപോലെ എന്നെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഞാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇവളെ കൊണ്ട്, ഇവളെ കെട്ടിച്ച് പറഞ്ഞയക്കണമെന്ന്. പിന്നെ നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യനോട് പറ, എന്നിട്ട് അവൾക്കും കൂടി സമ്മതമാണെങ്കിൽ നോക്കാന്ന്. അല്ല അവൾക്ക് സമ്മതാണ്, കുഴപ്പമൊന്നുമില്ല, അവൾക്ക് സമ്മതാണ് എന്ന്. അതൊക്കെ വെറുതാണ്. കാരണം അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു എന്താ. അപ്പോൾ ഉമ്മ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു നമ്മളൊരാൾക്ക് 10 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ 10 ലക്ഷം കൊടുത്താലും അതൊരു ദാനമായിട്ട് നമ്മൾ കൊടുക്കും. നാളെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രതിഫലം കിട്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഉണ്ടല്ലോ, എനിക്കല്ലേ, ഞാനല്ലേ ഭാര്യ ഇല്ലാത്ത, ഉമ്മ ഒരു ഭാര്യയാണല്ലോ. അപ്പം ഉമ്മ പറയാ ഒരിക്കലും സ്വന്തം ഭർത്താവിനെ നമ്മൾ ഒരാൾക്കും കൊടുക്കൂല. ഉമ്മ പറഞ്ഞെന്നാ എന്നോട്. അതുകൊണ്ട് നീ അവരിപ്പം കണ്ടെത്തുന്ന സന്തോഷം മറ്റുള്ള അതായത് ആ ഭാര്യ അനുഭവിക്കുന്ന ആ വിഷമം എത്രത്തോളം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ, അത് അവരും ഒരു ഉമ്മയാണ്, ഭാര്യയാണ്, എല്ലാം ആണല്ലോ. അപ്പം നിങ്ങളും ഒന്ന് മനസ്സിലാക്കണോ. ഇനിയിപ്പോൾ ഇങ്ങനെ എന്നെപ്പോലുള്ളവരാണോ, ഇനിയിപ്പോൾ നല്ല പെൺകുട്ടികളോടാണോ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. എന്താ ഇവരൊക്കെ കരുതിയത് ഇങ്ങനെ വൈകല്യം ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നെ സെക്കൻഡ് മാരേജ് ചെയ്യണമെന്നോ? സോറി, സെക്കൻഡ് മാരേജ് അല്ല, ഇങ്ങനെ രണ്ടാമത് ഭാര്യനെ മറച്ചു വെച്ചിട്ട് എന്നെ പോലുള്ളവർക്കൊരു ജീവിതം എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. കാരണം ആരെ കണ്ണീരോണ്ടും എനിക്കൊന്നും നേടാനില്ല, എനിക്ക് താല്പര്യവുമില്ല. ഞാൻ അവരോട് ഇതിൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടാവുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ നേരെയും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ അറിയുന്നുണ്ടോ നമ്മളെ ഭർത്താക്കന്മാരിങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇത് ഒരാളങ്ങനെ തെറ്റ് ചെയ്തെന്ന് വെച്ച് ആരും ആവില്ല. അതേപോലെ അപ്പോൾ ഉമ്മ പറഞ്ഞു തന്നപ്പോൾ വലിയൊരു പാഠം തന്നെയാണത്. കാരണം അറിയാതെ പോലും ഉമ്മ പറയാൻ മനസ്സാണ് ഇബ്ലീസ് എപ്പോഴാ നമ്മുടെ ശരീരത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ഒരൊറ്റ പാഠം തന്നത്, ആരെയും വേദനിപ്പിച്ച് ഒന്നും നേടണ്ട. ഒരു ഭാര്യൻ്റെ സങ്കടം അത്രത്തോളം ഉണ്ടാവും. അതായത് എനിക്കൊരു സഹോദരി ഉണ്ട്, അവൾ അൽഹംദുലില്ലാ റാഹത്തായി ജീവിക്കുന്നുണ്ട്. നാളെ ഓൾക്കാണെങ്കിലോ ഇങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ. പക്ഷേ അത് ഉമ്മ കാണണ്ടേ ആ കണ്ണീര്. നാളെ ഇന്നിപ്പോൾ ഇവരെ ഈ പ്രപ്പോസ് ഞാൻ എടുത്താൽ ഉമ്മ ചോദിക്കുക എനിക്ക് വേറെ ഒരു മോളില്ലേ, അവളെ കണ്ണീരും ഞാൻ കാണണ്ടേ? ഏത് വഴിക്കാ നമുക്ക് ശാപം കിട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ സങ്കടമാണ് തോന്നിയത്. കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതിപ്പോൾ ചില ആളുകൾ ഇതിലും സമ്മതിക്കുന്നവരുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും കല്യാണം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഓക്കെ. പക്ഷേ നമ്മളൊന്നും ഓർക്കണം, ഇനിയിപ്പോൾ ഈ രൂപത്തിൽ കെട്ടിയിട്ടും മറ്റൊരാളെ കെട്ടൂല എന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നാമത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം നല്ലവരായ ആൾക്കാരെന്ന് ഉപേക്ഷിക്കുന്ന കാലം. എന്നിട്ടാണോ പിന്നെ എന്നെ പോലെ വീൽ ചെയറിലുള്ള. പിന്നെ എനിക്ക് ഇതിനിടയിൽ ഈ യൂട്യൂബൊക്കെ വരുന്നതിന് മുന്നേ എനിക്കൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഞാൻ ആദ്യം കല്യാണം കഴിക്കുക, എന്നിട്ട് ഞാൻ വേറൊരാളെ നിൽക്കാതെ കഴിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞു തൽക്കാലം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മളെല്ലാവരും പഠിച്ചവന് കാത്തു രക്ഷിക്കട്ടെ. നമ്മളറിയില്ലല്ലോ നമ്മൾ ആരൊക്കെ ചതിക്കുന്നതെന്ന്. അപ്പോൾ ഇവന്മാരൊന്നും ശരിക്കും വെറുതെ വിടരുത്. കാരണം ഇങ്ങനെ നല്ലപോലെ ഭാര്യൻ്റെ മുന്നിൽ നിൽക്കുക, എന്നിട്ട് ഇപ്പുറം പോയിട്ട് ഒരു സഹതാപത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ പോലെ വൈകല്യം ഉള്ളവരെ ഇതാക്കുക. എന്തിന്? വൈകല്യം ഉള്ളവരെന്നല്ല, ഇല്ലാത്ത കുറേ പെൺകുട്ടികളെയും കല്യാണം സെക്കൻഡ് മാരേജ് കഴിക്കുന്നവരുണ്ട്. അത് എന്തേലും ആവട്ടെ, അത് ഓരോ ഇഷ്ടം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ തൻ്റെ ഇടത്തോടെ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ ഉമ്മയും പറഞ്ഞല്ലോ നല്ലൊരു പാഠം, ഒരു ഭാര്യയും സഹിക്കില്ല എന്ന്. അങ്ങനെ ആരെ കണ്ണീരും ഒന്നും കണ്ടിട്ട് എനിക്ക് ഒരു ജീവിതവും വേണ്ട. എനിക്ക് പഠിച്ചോൻ എന്താ വിധിച്ചത് അത് ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കും, അത് ഉറപ്പാണ്. ഈ ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചതല്ലല്ലോ, നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ അങ്ങനെ വരിക? അല്ല, ഞാൻ ജനിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു. പഠിച്ചോൻ്റെ തീരുമാനമാണ് ഞാൻ ഇങ്ങനെ ആവണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൽ കണ്ടിട്ടു എൻ്റെ സഹതാപത്തിൻ്റെ പേരിൽ മോളെ ഞാൻ നിന്നെ കെട്ടാം അങ്ങനെയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പഠിച്ചോ വിധിച്ചത് തന്നെ മതി. അപ്പോൾ ആരെ കണ്ണീരും ആരെ എന്താ പറയുക ഒന്നും നഷ്ടപ്പെടുത്തി എനിക്കൊന്നും വേണ്ട. ഇതൊന്നും നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇത്തരക്കാരുടെ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സഹതാപത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരാളെ ഉപദ്രവിക്കരുത്. ഈ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരോട് സഹതാപത്തിൻ്റെ പേരിലാവല്ലേ. അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന് അവളോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ പേരിലാവുക. അതും ഒരു ഭാര്യയൊക്കെയുള്ള ആൾക്കാരൊന്നും ഇതിനൊന്നും മുതിരല്ലേ.
കാരണം ആ പെൺകുട്ടി ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കും കഴിയുന്നത്. അവൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, പുറത്തത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ ഒന്നും നമ്മളിങ്ങനെ മാനസികമായി തകർക്കരുത്. അവരുടെ പോരായ്മകൾ നമ്മൾ മുതലെടുക്കാൻ പാടില്ല. അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. ഈ പെൺകുട്ടി നമ്മുടെയൊക്കെ ഒരു പാഠമാണ്. നമുക്കൊന്നും കഴിയാത്തത് ഈ പെൺകുട്ടിക്ക് കഴിയുന്നുണ്ട്. നമ്മൾക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തത് ഇവർക്ക് കഴിയുന്നുണ്ട്. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. മാക്സിമം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊരാളായിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക.